വലയടിക്കണ നല്ല കാര്യം. ഞാൻ 2-3 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കരുത്. ഇടി അകത്ത് ആ റൂമിലെ ഫാൻ ഉണ്ടല്ലോ, അത്രയും പൊടി അടിച്ചിറങ്ങാണ് കേട്ടാ. ഓ ഇപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ തോന്നിയല്ലേ. ഇടി എത്തൂലെങ്കിലും വലിയ നീളമുള്ള കമ്പെടുത്ത് അറ്റത്ത് കെട്ടി വെക്കണ്ടേ ചൂല് 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 അറ്റത്ത് കെട്ടി വെക്കണമായിരുന്നു. ആ അങ്ങോട്ട് നീ അവിടെ അടി, ഇത് ഇങ്ങോട്ട് നീക്കാടി അടി. ഇവിടെ അങ്ങനെ കളിക്കാതെ, ഇത് മര കഴുത തന്നെ. ഞാൻ മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരിക്കുകയാണേ, അതിനിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തല്ലേ. പൊയ്ക്കോ. എന്തായാലും ഇറങ്ങി തിരിച്ച് അപ്പൊ നന്നായിട്ട് ചെയ്യും. കൊറേ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പോലും. പിന്നെ തന്നെ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? ആനാ അത് നിനക്ക് അറിഞ്ഞൂടെ? അയ്യോ ആണുങ്ങൾ വലയടിക്കാൻ പാടില്ല, പിന്നെ വല കെട്ടിക്കൊണ്ടിരിക്കും. അയ്യടാ അയ്യടാ എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടാണ്. പഴമക്കാര് പറഞ്ഞെന്ന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല കേട്ടാ. പോവാലും ഒന്ന് പോവാലും പറഞ്ഞേ ഇവിടെ വേണം. ഞാൻ ഡാൻസ് ക്ലാസ്സിലോട്ട്. എന്നിട്ട് വൈകുന്നേരം 5 മണിക്കെങ്കിലും വരുമോ? 10 മണിക്ക് മുമ്പ് വരും ചാ. പോയി വിജയ ശ്രീലാളിതനായിട്ട് തിരിച്ചു വാ. ഓ അച്ഛനെ ഒരുപാട് കളിയാക്കണ്ട. ഞാൻ ഒരു ദിവസം വിജയ് ശ്രീലാളിതനായിട്ട് ഒരു വരവ് വരും. അയ്യോ അപ്പൊ അച്ഛന്റെ ബലി മുടക്കല്ലേടാ. എന്റെ ബാലു വൃത്തിയുടെ വർത്താനം പറയില്ല രാവിലെ. വല്ലാത്തൊരു നാക്ക് തന്നെ ഉണ്ട് നിന്റെ അച്ഛന്റെ. എന്നാ നീ വല്ലതും കഴിച്ചിട്ടാണോ പോണേ? ഇല്ല ഞാൻ വന്നിട്ട് കഴിക്കാമേ. മക്കളെ വാടാ. എന്താ അതെടുത്തേ ആ ചൂലെടുത്ത് അവന്റെ തലയെ വലയൊക്കെ അടിച്ചോട്ടെ, ചിലന്തിയൊക്കെ ഇറങ്ങിപ്പോട്ടെ. അയ്യോ രാവിലെ തന്നെ വളിച്ച കോമഡി ആയിട്ട് വന്നിരിക്കാണ്. ആളെ വെടിച്ച സൂക്ഷിച്ച് പോണേ, സ്പീഡ് കാണിക്കല്ലേ, അല്ലെ താക്കോൽ പിടിച്ചാൽ നോക്കി ഞാൻ കേട്ടാ. ഇടി എന്താന്നിട ഇത് അനങ്ങനെ നിൽക്കുന്നത്, നല്ല ചെയ്യാൻ കൊണ്ട്. എടി പന്ന കുട്ടമ്പളെ മോളെ കണ്ണിൽ പൊടി വീഴുന്നു. എടി വല വീഴുന്നു കണ്ണില്, വയറ വീഴുന്നു. വയറ വല ഇതിന്റെ ജലന്തി വല വയറ വീഴുന്നു. എവിടെയാണ് നീ? വലയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ വർത്താനം. പിടിച്ചോണ്ട് പാടിയാത്ത്. അയ്യോ അമ്മാ നടക്കങ്ങോട്ട് അലവലാതി വല നടക്കുക. എവിടെ അങ്ങോട്ട് നടക്കാൻ. എവിടെയാണ് നീ? ഞാൻ ഇവിടെ തൊടുന്നാണ് അറിയാൻ പാടില്ല. അങ്ങോട്ട് നടക്ക്. ഓണം എന്നാ? അടുത്ത മാസടാ, സെപ്റ്റംബർ. ഡേറ്റ് എത്ര ഓണത്തിന്റെ? 14-15 ഉറപ്പാടാ? ഉറപ്പാണ്. ഇപ്പടെ നടന്ന് ഒന്ന് കലണ്ടർ നോക്ക് പോ. അച്ഛൻ കുറെ നേരം അച്ഛനെ കണ്ണിട്ട് ഇങ്ങനെ തിരുമാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റി? വല വീഴുന്നടാ. വീഴുന്നതല്ല, നിന്റെ അമ്മ മനഃപൂർവ്വം വീഴ്ചത്. കള്ളി അവളാ ഞാൻ, എനിക്ക് മനസ്സിലായില്ലെന്നാണ്. അമ്മ കൊമ്മ, നിനക്കൊന്നും അവളെ സ്വഭാവം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓനെ കള്ളിയാണ് അവള്, കള്ളി. അമ്മ എപ്പോഴാ അമ്മ വന്നത്? അയ്യോ നീലേ കണ്ണ് ഉറുത്തണ്. ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഒളയണ്. എന്തൊക്കെ ഭാഷയാണ് ബാലു ഇത്? ഓർത്തണ്, കുത്തി കുത്തി ഒറയാണ്. അമ്മ അത് കൊളോക്കളാ. കൂടുതൽ കൊളവാക്കണ്ട, ബാക്കി പറ. എന്താ ഇത്? അല്ല പറഞ്ഞതിന്റെ ബാക്കി പറ. പറഞ്ഞതിന്റെ ബാക്കിയൊന്നുമല്ല, എനിക്ക് കാണാൻ പറ്റില്ല. മങ്ങല് വെള്ളം മിണ്ടിന്റെ അകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് മങ്ങൽ കാണുന്നു. ഒരു മൂടല് പോലെയാണോ? അത് പ്രായമായിട്ടാണ്, പ്രായം കൂടിയതിൻ്റെയാണ്. വെള്ളെഴുത്താണത്. കുറച്ച് കഴിയുമ്പോൾ വാക്കുകൾ കൊണ്ടിട്ടോ എന്തോ ഒരു കുഴപ്പം, പ്രായത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഈ കളവന്മാരില്ല പ്രവർത്തിക്കൊണ്ടിരിക്കണേ, അതുപോലെ ആവും. എന്നിട്ട് വേണം എവിടെയെങ്കിലും കൊണ്ടേ തള്ളാൻ. അല്ല നെയ്യാറ്റിങ്കര എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ ആർക്കും നിങ്ങളെ വേണ്ടല്ലോ. ഈ ഓൾഡ് ഏജ് ഹോമില്ലേ, കുറച്ച് ഫീസ് കൊടുക്കേണ്ട ഓൾഡ് ഏജ് ഹോം, അവിടെ എവിടെയെങ്കിലും കൊണ്ടേ തള്ളാം. ഇതാണ് നിങ്ങളെ കുഴപ്പം. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തോന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് തിരിച്ചു പറയണേ? ഇങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ എന്താ പറഞ്ഞത് അതിന്റെ മറുപടി അല്ലേ പറയേണ്ടത്? ഇങ്ങനത്തെ ഭാഷയൊക്കെ പറഞ്ഞ കുട്ടികളത് കേട്ട് പഠിക്കണല്ലേ? ശരി അച്ഛാ, അച്ഛൻ പറയുന്നതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ പതിയാ. നാളെ ഒരു കാലത്ത് ഞങ്ങളും അമ്മയായിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടായെന്ന് വിചാരിക്കൂ. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വയനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. എന്തോന്ന് നീ പറയണത്? വളഞ്ഞു വളഞ്ഞ് അവിടെ എത്തിച്ചല്ലേ? അപ്പൊ നാളെ നീയൊക്കെ കൂടി എന്റെ അച്ഛനമ്മയ്ക്കും പറയുമെന്നല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ, പറയാൻ സാധ്യത ഉണ്ടാവുന്നതാണ്, അല്ലാതെ പറയുന്നല്ല. ശിവ നീ എന്റെ മേടിക്കുവേ? നീ പിള്ളേർ അടിച്ചോ, നീ എന്റെ വാങ്ങിക്കും. എന്റെ പൊന്നച്ഛ ഒന്ന് വിടുക. അമ്മ എല്ലാ ദിവസവും രാവിലെ ഒന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നിലൊരു കാര്യമില്ലെന്നേ. എന്ത് നീ അടക്കളേ പോ, നീ വല്ല ജോലി പോ. ഒന്നിലും ഒരു കാര്യമില്ല അതിനെ കൊണ്ട് കേട്ടാ, ഒന്നിലും ഒരു കാര്യമില്ലെന്ന്.
Yeah.